അസ്സലാമലൈക്കും. നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കൊച്ചുവീടിയിലേക്ക് സ്വാഗതം. രാവിലെ തൊട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാണിക്കാൻ വിചാരിച്ചു. കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് നമ്മൾ രാവിലത്തെ ആദ്യം കട്ടൻ ചായയാണ് കേട്ടോ. കട്ടൻ ചായ ഞാൻ ഇവിടെ വെക്കൽ. അപ്പോൾ അങ്ങനെ ചായപ്പണിയിലാണ് കേട്ടോ. ഇത്രയും ചായ മതി എനിക്ക്, ചൂടല്ലേ. ഓരോ ഗ്ലാസ് ചായ, ഞാൻ ഒരു ഗ്ലാസ് കഴിക്കുള്ളൂ. കുട്ടികൾ 2-3 ഗ്ലാസ് ചായ കാണുന്നാലും ഞാൻ ചായ ചൂടായതുകൊണ്ട് അങ്ങനെ കൊടുക്കില്ല, കുറച്ചേ ഉണ്ടാക്കുള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞെന്ന് പറയും. ചൂട് സമയത്ത് ചായ കുറയ്ക്കണതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ നമ്മൾ ചായ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്ത് ഇന്ന് ചായക്ക് പലഹാരം പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായി മോള് പുട്ട് വേണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന് പുട്ടിൻ്റെ പരിപാടി പതുക്കെടുക്കട്ടെ. ചായ ഒന്ന് നന്നായിട്ട് തിളക്കണം. ഈ ചായപ്പൊടി അങ്ങനത്തെ ചായപ്പൊടിയാണ്, അതാണ് തിളപ്പിക്കണം കേട്ടോ. നന്നായി തിളച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ചായക്കടയിലേക്ക് വാങ്ങി ചായപ്പൊടിയാണ്. അപ്പോൾ അതുണ്ടായിരുന്നു ഞാൻ കൊണ്ടുവച്ചിരുന്നു. എൻ്റെ മോൾക്കൊക്കെ നല്ല പഞ്ചസാര വേണം, എന്നാലും എനിക്ക് വേണ്ട, ഞാൻ കുറക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഇന്ന് പുട്ടാണ്. പുട്ടുണ്ടാക്കുന്നത് എന്ത് പൊടിയാണോ? അമൃതം പൊടിയാണ് കേട്ടോ. അപ്പോൾ അമൃതം പൊടി ഇട്ട് പുട്ടൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അത് കുഴച്ചെടുക്കണമെങ്കിൽ നല്ലോണം സമയം എടുത്ത് കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇതിൽ കൂടെ തരിയുള്ള പുട്ടിൻ്റെ പൊടിയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. വെളുക്കുള്ള തേങ്ങ ചെറുകി എടുക്കണം കേട്ടോ. ഞങ്ങൾക്ക് തേങ്ങയൊന്നുമില്ല, തേങ്ങ ഞാൻ വാങ്ങിക്കാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പുട്ടിൻ്റെ പരിപാടികളൊക്കെ ചൂടുകൊണ്ട് ഞാൻ മുഖമൊക്കെ കൂർപ്പിക്കുന്നുണ്ട്. പുട്ടിന് വേണ്ടിയിട്ടപ്പോൾ ഞാൻ കത്തിച്ചിട്ടില്ല കേട്ടോ, ഗ്യാസ് കത്തിക്കണുള്ളൂ. അപ്പോൾ അങ്ങനെ പുട്ടുണ്ടാക്കുന്ന പരിപാടിയിലേക്കാണ്. മോളെന്നും പറയും വെള്ളദോശ അല്ലെങ്കിൽ പുട്ട്, അത് മാത്രമേ അവൾക്ക് പറ്റുള്ളൂ. ഗോതമ്പ് ദോശ ആണെങ്കിൽ അവൾ കഴിക്കത്തുമില്ല. അപ്പോൾ അങ്ങനെ പുട്ടിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചൂടുകൊണ്ട് ഒന്നിനും വയ്യട്ടോ. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് ഞാൻ പലഹാരം ഉണ്ടാക്കാൻ നിൽക്കുന്നത് രാവിലെ തന്നെ കുളിയാണ്. അപ്പോൾ ഇത് ഞായറാഴ്ച എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ. കുളി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ലൈവ് ഇടാം, പിന്നെ നമുക്ക് സമാധാനമുണ്ട്. ലൈവ് ആകുമ്പോൾ ആക്കത്തിന് നിൽക്കും, കമൻറ്റ് വായിക്കലൊക്കെ കൂടിയിട്ട്. ഇവിടെ ഈ മേൽഭാഗത്ത് തന്നെ ഞാൻ സ്റ്റാൻഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ തന്നെ ഫോൺ വെക്കും ലൈവ് ചെയ്യുമ്പോൾ കേട്ടോ. താഴെ വെച്ചാൽ പറ്റില്ല. അപ്പോൾ അങ്ങോട്ട് തിരിച്ചിട്ടാണ് നിങ്ങൾ കാണുന്നത്. അപ്പം എൻ്റെ ലൈവ് കാണുന്ന വീഡിയോ കാണുന്നവർക്കറിയാം ഞാൻ ലൈവിന് ക്യാമറ അവിടെയാണ് വെക്കൽ. ഇതിപ്പോൾ അവിടെ താഴെയാണ് വെച്ചിരിക്കുന്നത്. എന്നാലും മക്കളവിടെ ഷർട്ട് ഇടാതെ നടക്കുന്നുണ്ട്. ഷർട്ട് ഇടാതെ നടക്കുമ്പോൾ പെട്ടെന്ന് സ്ക്രീനിലോട്ട് കയറി വരികയും ചെയ്യും. പിന്നെ അതൊക്കെ കട്ട് ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട് അതിൻ്റെയൊക്കെ ഇടയിൽ കൂടെ ഞാനൊരു വീഡിയോ ഒക്കെ എടുത്ത് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു വീഡിയോ ഇടുക, എഡിറ്റ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ഞാൻ കുറേ വ്ളോഗർമാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതൊക്കെ കേട്ടിട്ട് തന്നെയാണ് നമ്മൾ ചാനൽ തുടങ്ങിയത് കേട്ടോ. കുറേ വീഡിയോസുകൾ കണ്ട്, കുറേ വീഡിയോസുകൾ ഞാൻ വാച്ച് ചെയ്ത് എന്നിട്ടൊക്കെയാണ് ഞാൻ എൻ്റെ ചാനൽ തുടങ്ങി വെച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ അതിൻ്റെ ഒരു റിസ്ക് എനിക്ക് അറിയാൻ പറ്റും. ചെറിയ മക്കളുള്ളടത്തൊക്കെ വീഡിയോസ് ലൈവ് യൂട്യൂബൊക്കെ കൊണ്ടു നടക്കുക പറഞ്ഞാൽ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് കേട്ടോ. ഇനി അതിലുള്ള വോയിസ് കുറച്ചൊക്കെ ഡിലീറ്റ് ആക്കിയിരിക്കുകയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ അടുക്കള പണികളും വീട്ടിലത്തെ എല്ലാ ക്ലീനിങ്ങും പണികളൊക്കെ നമ്മൾ ചെയ്യണം. വീട്ടിൽ ഉമ്മമാരുള്ളപ്പോൾ നമുക്ക് പിന്നെ കുഴപ്പമില്ല, അവർ അടുക്കളയിലൊക്കെ ഇങ്ങനെ നിൽക്കും. ഉമ്മമാരുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ നമുക്കതൊരു ടേസ്റ്റ്. എനിക്ക് ആ ഭാഗ്യം കിട്ടിയിട്ടില്ല കേട്ടോ. ആദ്യമേ ഇല്ല, ഇപ്പോഴും ഇല്ല. പിന്നെ എല്ലാവരും കൂടിയുള്ള വീടാണെങ്കിൽ നാത്തൂൻ ഒക്കെ ഉണ്ടാവും ഫുഡ് ഉണ്ടാക്കാൻ. ഇപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് പാത്രങ്ങളൊക്കെ ഫുള്ള് അടുക്കളയിൽ കിടപ്പുണ്ട്. കുറച്ച് പാത്രങ്ങളൊക്കെ ഓരോന്ന് വെച്ച് കഴുകിയൊക്കെ കഴിഞ്ഞ് രാത്രി ലൈവ് വന്നതോ ഒന്ന്
ഈ പാത്രങ്ങൾ വലിയ പാത്രങ്ങളൊക്കെ ഇവിടെ കിടക്കും കേട്ടോ. ചെറുതൊക്കെ ഞാൻ പിന്നെ കഴുകി വെക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഓരോ പാത്രം കഴുകി വെക്കാം. ഇത് ഞാൻ പുട്ടിനുള്ള പൊടി വറുത്ത പാത്രമാണ് കേട്ടോ ഞാനിപ്പോൾ അത് കഴുകി വെച്ചത്. അതിൻ്റെ ഇടയിൽ കൂടെ മക്കൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്, അതാണ് ബ്ലറാക്കിയിരിക്കുന്നത് കേട്ടോ. ഭയങ്കര ചൂടാണ്. അടുക്കളയിലൊന്നും ഫാനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. നമ്മളെ ഈ അടുക്കള ഇങ്ങനെ ഒരു അടുക്കള ആയത് ഭാഗ്യം. ഇതിലും ഇതില്ലാത്ത വീടുകളാണ് റെൻറ്റ് കുറഞ്ഞത് കിട്ടുക കേട്ടോ. അങ്ങനെ പുട്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുട്ടെടുത്തിട്ട് പാത്രത്തിലോട്ട് തട്ടുമ്പോൾ അത് വീഡിയോ എടുക്കണമല്ലോ. അപ്പോൾ വീണ്ടും ക്യാമറ ഓഫ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു, വീണ്ടും ഓണാക്കിയത് കേട്ടോ. അതിനാണ് ഞാൻ പുട്ടിൻ്റെ പാത്രം എടുത്തിട്ട് പുട്ടും കുച്ചി എടുത്തിട്ട് ക്യാമറയുടെ അടുത്തോട്ട് ഓണാക്കി ഇരുന്നാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് ക്ലിയർ ആവുന്നുണ്ടോ, ക്യാമറയിൽ കാണുന്നുണ്ട്. ഈ ഓപ്പോസിറ്റ് സൈഡിൽ വെച്ചതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ ഒരാൾ വീഡിയോ എടുത്ത് തരുമല്ലോ, നമ്മൾ ഒറ്റയ്ക്കുള്ള അഡ്ജസ്റ്റ്മെൻ്റ് അല്ലേ. ഞാൻ അതിൻ്റെ ഇടയിൽ മോൾ വന്നിട്ട് ചൂടുള്ള പൂട്ടപ്പം തന്നെ വരി കഴിക്കുന്നൊക്കെ ഉണ്ട്. എനിക്ക് 2 വേണം. ചായക്കടി നല്ലോണം കഴിക്കും. വേറെയുള്ള ഫുഡ് കഴിക്കാനാണ് പണി. ചായ പലഹാരം നല്ല ഇഷ്ടമാണ്, വയറ് നിറയെ കഴിക്കും. മോന് പിന്നെ ചോറ് കഴിക്കുക, എനിക്ക് ചായ പലഹാരത്തിനോടല്ല. മോൾക്ക് നല്ലോണം ചായ പലഹാരം കിട്ടണം. പുട്ടായാലും ദോശ ആയാലും അവൾ 4 കഴിക്കും. പിന്നെ ചോറിൻ്റെ പരിപാടികളൊക്കില്ല. ഉച്ചയ്ക്ക് ചോറ് പിന്നെ വേണ്ടെന്ന് പറയും, ചോറ് കഴിക്കില്ല. അപ്പോൾ ചൂടൊന്നുമില്ല അവൾക്ക്, അതെടുത്ത് വാരി കഴിക്കുന്നുണ്ട്. ചെറിയ മധുരവും കൂടി ഉണ്ടാവുമല്ലോ. അങ്ങനെ പിന്നെ ഉച്ചയ്ക്ക് ഉള്ള ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കറിൽ. ചോറും കൂടി അങ്ങ് വെച്ചേക്കാന്ന് വിചാരിച്ചു. പിന്നെ അതിൻ്റെ മുന്നേ ഞാൻ രാവിലെ തന്നെ ഇവിടെ ക്ലീൻ ആക്കണം വിചാരിച്ചിരുന്നു. ഞാൻ ക്ലീൻ ആക്കാതെ കുളിക്കാൻ കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് കൊണ്ടുപോയി പീസാക്കി അവിടെ നനച്ച് എത്ര നമ്മൾ ക്ലീൻ ആക്കിയാലും നല്ല വൃത്തിയിൽ കിടക്കുന്ന സ്ഥലമാണ് ഇമാതിരിയാക്കി വെച്ചിട്ട് ക്ലീൻ ആക്കണം. എന്നിട്ട് അകത്ത് കിടക്കുന്ന പക്ഷെ എനിക്കിതൊന്നും ഇഷ്ടമല്ല. അങ്ങനെ ഞാൻ ഉച്ചകൂടി വീണ്ടും ഇവിടെ വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി അടിച്ച് കയറിയിട്ട് മോളെന്നെ പെറുക്കിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ.